ഹായ്, ഞാൻ ദീപ. റീസെന്റ് ആയിട്ട് ഞാനൊരു കമന്റ് കണ്ടായിരുന്നു, ലേഡീസിന് പറ്റിയ സേവിങ്സ് ഓപ്ഷൻസിനെ പറ്റിയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്നുള്ളത്. അപ്പം ലേഡീസിന് മാത്രമായിട്ട് ഒരു സേവിങ്സ് ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. മേ ബി ലേഡി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡേഴ്സിന് മേ ബി ഇൻട്രസ്റ്റ് കുറവോ അല്ലെങ്കിൽ സീറോ ബാലൻസോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ലേഡീസിന് മാത്രമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനതൊന്നുമല്ല പറയാൻ വന്നത്. ഞാനിന്ന് പറയാൻ വന്നത് നമ്മളെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ സാധാരണ സേവിങ്സിനും ഇൻവെസ്റ്റ്മെന്റിനും ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ശരിക്കും രണ്ടും സെയിം ആണോ അതോ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സ്ട്രേറ്റ് ടു ദ പോയിന്റ് പറയാം. സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എമൗണ്ട് കൂട്ടി വെക്കുന്നതിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ വെക്കുന്നത്. സേവിങ്സ് അക്കൗണ്ടിലോ FD-ലോ അല്ലെങ്കിൽ ചിലപ്പോൾ അരിക്കലത്തിലോ ഒക്കെ ഇട്ട് വെക്കുന്നതാണ്. അതായത് അതിനകത്ത് നമ്മൾ പൈസ കൂട്ടി വെക്കുന്നേ ഉള്ളൂ. കൂട്ടി വെച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടി വെക്കുന്നു. അതാണ് നമ്മൾ സേവിങ്സ് എന്ന് പറയുന്നത്. അതേസമയം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലോങ് ടേം ഗോള് മുൻനിർത്തി നമ്മൾ കുറേശ്ശെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അത് ചിലപ്പോൾ ബിസിനസ് ആവാം, ചിലപ്പോൾ സ്റ്റോക്സ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ആവാം. ഓക്കെ, FD ആയാലും RD ആയാലും ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഗോളിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇപ്പൊ അത് നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലം മേടിക്കുന്നതിന് വേണ്ടിയിട്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു റിട്ടയർമെന്റ് പ്ലാനിന് വേണ്ടിയിട്ടാവാം, കുട്ടിയുടെ പഠിപ്പിന് വേണ്ടിയിട്ടാവാം. ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യത്തിലേക്ക് നിരന്തരമായിട്ടോ അല്ലെങ്കിൽ ഒരു ലംസമായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ റിസ്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ സേവിങ്സിന് റിസ്ക് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ റിട്ടേണും കുറവായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ FD ഇടുന്നു, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് സേവിങ്സ് അക്കൗണ്ടിൽ പൈസ കൂട്ടി വയ്ക്കുന്നു. സേവിങ്സ് അക്കൗണ്ടിലൊക്കെ അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 3.5 അല്ലെങ്കിൽ 4 ഒക്കെ ആയിരിക്കും. FD-ക്കൊക്കെ ആണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 to 7 ഒക്കെയാണ് മാക്സിമം നമുക്ക് കിട്ടുന്നത്. ഒരു 2 വർഷത്തേക്കൊക്കെ ഇട്ടാൽ പോലും 7.7 അങ്ങനെയൊക്കെ ആണ് അതിന്റെ ഒരു റേറ്റ് വരുന്നത്. അപ്പം ഇതിന് റിസ്ക് വളരെ കുറവാണ്. അതായത് ഇട്ട പൈസ എന്തായാലും പോകത്തില്ല. റിട്ടേണും അതുപോലെ തന്നെ കുറവായിരിക്കും. അതേസമയം ഇൻവെസ്റ്റ്മെന്റിന് റിസ്ക് കൂടിയിട്ടുള്ളതിലിട്ടാൽ നമുക്ക് അതനുസരിച്ച് റിട്ടേൺ കിട്ടാനുള്ള ചാൻസസ്, ഹൈ റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മോഡറേറ്റ് റിസ്കിൽ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ അതാണ് അതിനകത്ത് ഒരു കാര്യം. പിന്നെ അത് നമുക്ക് പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റൂല. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ കുറച്ച് സ്ഥലം മേടിച്ചിടുവാണ്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ നമുക്ക് പെട്ടെന്ന് അത് ലിക്വിഡേറ്റ് ചെയ്യാൻ നോക്കത്തില്ല. അതുപോലെ തന്നെ സ്റ്റോക്സിലൊക്കെ ഇടുന്നു, അത് ചിലപ്പോൾ താന്നിരിക്കുന്ന അതായത് ഒരു മാർക്കറ്റ് കണ്ടീഷനെ ബേസ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പെട്ടെന്ന് നമുക്ക് പിൻവലിക്കാനായിട്ട് ഒക്കത്തില്ല. അപ്പം ഭൂമിയുടെ വില ഇടിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിറ്റ് മാറാനായിട്ട് ഒക്കത്തില്ല. നമുക്ക് നഷ്ടം സംഭവിക്കും, റിസ്ക് ആണ് അല്ലെ. അതുപോലെ നമ്മളിപ്പോ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുവാണ്, പെട്ടെന്ന് നമുക്ക് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അതൊരു ഫാക്റ്റ് ആണ്. അതുപോലെയാണ് പല ഇൻവെസ്റ്റ്മെന്റ്സും. ചിലത് നമുക്ക് പെട്ടെന്ന് ഇട്ടേച്ച് പോകാനൊക്കെ ഒക്കത്തില്ല. പക്ഷെ ഇട്ടേച്ച് പോയാൽ അതനുസരിച്ച് നമുക്ക് പൈസ ചിലപ്പോൾ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഹൈ റിസ്ക്കും ആണ്, അതനുസരിച്ച് റിട്ടേണും കൂടുതലാണ്. ചില സമയത്ത് മോഡറേറ്റ് റിസ്ക്, മോഡറേറ്റ് അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഇൻവെസ്റ്റ്മെന്റിനകത്ത് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം ആണെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടാണ് നമ്മൾ സാധാരണ സേവിങ്സ് നമ്മൾ കണക്കാക്കുന്നത്. ഷോർട്ട് ടേം FD ആണെങ്കിലും ഷോർട്ട് ടേമിലേക്ക് ഒക്കെ ചെയ്യുന്നതിന് നമ്മൾ സേവിങ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇപ്പൊ ചിട്ടി പോലുള്ള അതൊക്കെ പൈസ സ്വരുക്കൂട്ടുമാണ് ചെയ്യുന്നത്. അതൊരു വലിയ കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇട്ട പൈസയിൽ കൂടുതൽ കിട്ടുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു ലോങ് ടേമിലേക്ക് പോകുന്നതിന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. അപ്പം കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ പൈസ കൂട്ടി വെച്ച് ഒരു കാര്യത്തിന്, ഒരു ഗോളിന് വേണ്ടിയിട്ട് പൈസ നമ്മൾ കൂട്ടി വെക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ശമ്പളത്തിൽ നിന്നായാലും നമ്മുടെ പോക്കറ്റ് മണിയിൽ നിന്നായാലും നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റിൽ നിന്നായാലും ഒരു പോർഷൻ നമ്മൾ മാറ്റി വെക്കുന്നു. വേറെ ഒരു കാര്യത്തിന് എടുക്കാതെ മാറ്റി വെക്കുന്നതിനെ സേവിങ്സ് എന്നാണ് പറയുന്നത്. ഈ സേവിങ്സ് യൂസ് ചെയ്ത് നമ്മൾക്കൊരു ലോങ് ടേം വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നു. അപ്പം സേവിങ്സിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ RD, FD, പിന്നെ എന്തുവാ പറയുന്നത്, ഒരുവിധപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങൾ, സേവിങ്സ് അക്കൗണ്ടിൽ പൈസ ഇടുന്നതായിട്ട്, അരിക്കറത്തി പൈസ ഇടുന്നതാവട്ടെ, ഇതൊക്കെ സേവിങ്സ് ആണ്. പക്ഷെ ഇതെടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, ഡെബ്സ്, ലോങ് ടേം FDs അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള RD, ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കും. അതൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഇപ്പം ഇടുന്ന എമൗണ്ട് ആയിരിക്കത്തില്ല അന്നേരം കിട്ടാൻ പോകുന്നത്. സേവിങ്സ് ബാങ്ക്സിലൊക്കെ നമ്മൾ പൈസ ഇട്ടാൽ ആ പൈസ അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ പൈസ ഇപ്പം നമുക്ക് ഇന്നിപ്പം 100 രൂപ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ ആ സെയിം 100 രൂപയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെയാണ് ഈ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പം കുറച്ച് പൈസ കിട്ടി, നമ്മളത് ആർക്കും സൂക്ഷിച്ച് വെക്കുകയാണ്, നമ്മൾ അരിക്കലത്തിൽ സൂക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ സേവിങ്സ് ബാങ്കിൽ കൊണ്ട് സൂക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ചുമ്മാ FD ഇടുവാണ്, ഒരു 5% FD ഇടുവാണെന്ന് പറഞ്ഞാൽ പോലും 10 വർഷം കഴിഞ്ഞ് അതിന്റെ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ എന്താ സാധനം മേടിക്കാൻ പറ്റി അത്രയും പോലും ചിലപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സോ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ 5.5 or 6 അങ്ങാണ്ട. അപ്പൊ അതിനും മേലെ റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റിൽ വേണം കൊടുക്കാൻ. ഇപ്പൊ FD ആണെങ്കിലും ഒരു 7 അല്ലെങ്കിൽ 8 ഒക്കെ കിട്ടുന്നതിലിട്ട പിന്നെ ബെറ്റർ. അപ്പൊ നമ്മൾ കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സിലൊക്കെയാണ്. കാരണം അതിലൊക്കെ നമുക്ക് റിട്ടേൺസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. റിസ്ക് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ റിട്ടേൺസ് വളരെ വളരെ ഹൈ ആണ്. അപ്പം നമുക്ക് ലോങ് ടേമിലേക്ക് ആവശ്യമില്ലാത്ത പൈസ നമ്മൾ ഇട്ട് വെച്ചാൽ എന്തുകൊണ്ട് നമുക്കൊരു ലോങ് ടേമിലേക്ക് സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സിൽ എപ്പോഴും നമുക്ക് റിട്ടേൺസ് ഹൈ ആയിരിക്കും. അതിന് എനിക്കൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാൻ കൊറോണയുടെ ഒക്കെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന കുറച്ച് എമൗണ്ട് ഉണ്ട്. കുറച്ച് എനിക്കാണെങ്കിൽ വലിയ പൈസയൊന്നും എനിക്ക് അങ്ങനെ പിന്നീട് ഒരു ഇടക്കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ സേവ് ചെയ്യാനും മാത്രമൊന്നും ഇല്ലായിരുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് ബോധം ഉദിക്കുമ്പോൾ ഞാൻ ചില SIPs സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോഴാണെങ്കിൽ സ്റ്റോക്സിലാണെങ്കിൽ പോലും SIPs നമുക്ക് ചെയ്യാൻ പറ്റും. മന്ത്ലി ഇത്ര എമൗണ്ട് വെച്ച് ഇന്ന സ്റ്റോക്സ് ഒക്കെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ചെറിയ യൂണിറ്റ്സ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ചില സമയത്ത് ബോധോദയം തോന്നിയ ഒരു 6 മാസത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ നിർത്തും, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ ചിലപ്പോൾ ലംസമായിട്ട് കുറച്ച് പൈസ കിട്ടുമ്പോൾ ചിലപ്പോൾ നല്ല ഷെയർസ് വാങ്ങിയെടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ വാങ്ങിയത് ഇപ്പം റീസെന്റ് ഇപ്പം സ്റ്റോക്ക് ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കും. അപ്പൊ എനിക്കൊരു 300-250 ഇരട്ടി ലാഭം ചില ഷെയറുകളിൽ, എല്ലാത്തിലും അല്ല, ചില ഷെയറുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഒന്നും എടുത്തിട്ടില്ല. അതങ്ങനെ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അതിന് പ്രോഫിറ്റ് എടുക്കണം, യെസ്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നോർമലി ഒരു FDയിൽ പൈസ ഇട്ട് കിട്ടുന്നതിനേക്കാട്ടിലും നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ഈ സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. അപ്പൊ ഞാൻ സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുന്നതുകൊണ്ട് എടുത്ത് ചാടി പോയിട്ട് ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തേക്കരുത്. ആദ്യം ഇതിനെപ്പറ്റി പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒന്നും അറിയത്തില്ല, ഒരു മണി മാനേജ്മെന്റ് പോലും അറിയത്തില്ലെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് പൈസ കൈകാര്യം ചെയ്യാനും പൈസ ഒരിടത്ത് പോയിട്ട് കൊടുക്കൽ വാങ്ങലൊക്കെ പരിശീലിക്കാനാണ്. GPay പോലും യൂസ് ചെയ്യാൻ അറിയാത്ത, അല്ലെങ്കിൽ നോർമൽ പേയ്മെന്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഒത്തിരി ഉള്ള ഒരു നാടാണ് നമ്മുടേത്. ഈവൻ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നെങ്കിൽ പോലും GPay ഒന്നും യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരെ എനിക്കറിയാം. പേടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പേടിച്ച് നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് അന്ന് കുറച്ച് വെൽത്ത് ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞ് പോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ക്യാഷ് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നോർമൽ കൊടുക്കൽ വാങ്ങലുകൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക, ഒരു വരവ് ചെലവൊക്കെ നോക്കുക, എത്ര നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കുക. നമുക്കിപ്പോൾ 100 രൂപയ്ക്കും 500 രൂപയ്ക്കും പോലും കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ RD ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓൺലൈൻ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ബാങ്ക് വരെ പോകേണ്ട ആവശ്യം പോലും ഇല്ല. അത് സെയിം ഗോസ് വിത്ത് SIPs. നമുക്ക് 100 രൂപയ്ക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ എന്താണ് നല്ലതെന്നുള്ളത് കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ ജോലി കിട്ടി ഒരു 2-3 വർഷത്തിനകത്ത് എനിക്ക് ശരിക്കും സ്റ്റോക്കിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പൊ പുള്ളിയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയിട്ടാണ് അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി പല രീതിയിൽ കാണിച്ചു, ഞാനും അതുപോലെ പല രീതിയിൽ കാണിച്ചു. ചിലതിലൊക്കെ എനിക്ക് നല്ല ലാഭം കിട്ടി, ചിലത് കംപ്ലീറ്റ് തകർന്ന് തരിപ്പണായി. പിന്നെ ഒരു 1-2 വർഷത്തിന് ശേഷം പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്ത് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ കുറെ അധികം പൈസ പോയിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത് ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ട്രേഡിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ ട്രേഡിംഗിൽ കൊണ്ട് പൈസ കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, സ്ലോലി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്ന സമയത്തേക്ക് എന്റെ ജോലിയും പോയി. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ഒരവസ്ഥയായി. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ചെറിയ എമൗണ്ട് പോലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പം ചെറിയ എമൗണ്ട് വീതം ഇപ്പം നമുക്ക് കുറച്ച് എമൗണ്ട് കിട്ടുമ്പം അത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായി. അപ്പം ഇപ്പൊ ഈ ഒരു വർഷമൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു മാസം ഇത്ര ഞാൻ എന്തായാലും, അതായത് നമ്മൾ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നടക്കത്തില്ല. സോ ആദ്യം തന്നെ സെറ്റ് ചെയ്യും, ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട്, ഇപ്പം ഞാൻ ചെയ്യുന്ന HDFC സെക്യൂരിറ്റീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കാനായിട്ട് SIP സ്റ്റാർട്ട് ചെയ്യാനൊന്നും വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഓൺലൈൻ വഴി ചെയ്യാം. ഈവൻ സ്റ്റോക്സ് ആണെങ്കിൽ പോലും നമുക്ക് എന്തോ ഒരു സംഭവം ഉണ്ട്, ബാസ്കറ്റ്, എൻ്റെ പേര് മറന്നു, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മാസം പൈസ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാം. അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ഇപ്പം
സ്റ്റോക്സിനെ പറ്റിയൊക്കെ ഒരുവിധം നല്ല സ്റ്റോക്സ് ഉണ്ടല്ലോ, നല്ലൊരു ടോപ്പ് 100 നിൽക്കുന്ന, നിഫ്റ്റിയിൽ തന്നെ ടോപ്പ് 100 നിൽക്കുന്ന സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ പേര് കേട്ടിട്ടുള്ള ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ET Money എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിന്റെ വെബ്സൈറ്റും ഉണ്ട്. അതിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇക്വിറ്റി എന്താണ്, ഡെറ്റ് ഫണ്ട്സ് എന്താണ്, ഫ്ലെക്സി ഫണ്ട്സ് എന്താണ്, അഗ്രസീവ് ഹൈബ്രിഡ് അങ്ങനത്തെ ഫണ്ട്സ് ഒക്കെ എന്താണ്, ഇതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്ത് കാര്യത്തിനാണ് ഓരോന്നിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പയ്യെ പയ്യെ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എനിക്ക് ആരും അങ്ങനെ പറഞ്ഞു തരാനൊന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, റിട്ടേൺ കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു. നഷ്ടം ഒരു സൈഡിൽ ഉണ്ടാവുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്താൽ മാത്രമാണല്ലോ നഷ്ടം. എപ്പോഴും ഞാൻ അത്യാവശ്യം നല്ല സ്റ്റോക്ക് നോക്കിയിട്ട് ലംസം പൈസ കിട്ടുമ്പോൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എനിക്കൊരു റിട്ടേൺ തരുന്നത്. പക്ഷേ ഡിവിഡൻസോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം അല്ലാണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. മ്യൂച്വൽ ഫണ്ട്സ് എപ്പോഴും ഒരു ലോങ് ടേം, ഒരു റിട്ടയർമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ, പിള്ളേരുടെ പഠിത്തം, നമ്മുടെ തന്നെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗോളിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതെനിക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ട്. അപ്പൊ വളരെ ചെറിയ എമൗണ്ട്, 100 രൂപയ്ക്കും നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പൊയ്ക്കോളും. പിന്നെ എപ്പോഴെങ്കിലും നമുക്കിപ്പം പൈസ ഇല്ല, നമുക്ക് ക്യാൻസൽ ചെയ്യണം ഈ SIPs ഒക്കെ, അതും നമുക്ക് ഓൺലൈൻ തന്നെ ചെയ്യാം. ഞാൻ അല്ലാണ്ട് പോയിട്ട് മ്യൂച്വൽ ഫണ്ട് ഓഫീസിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനേക്കാളും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നത് നമുക്ക് ഓൺലൈൻ ചെയ്യുന്നത് തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിത് പഠിച്ചു വരുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ശരിക്കും ഒരാൾ എടുത്തു വെക്കേണ്ട കുറെ കാര്യങ്ങൾ. നമുക്ക് കുറച്ചൊരു ലംസം എമൗണ്ട് എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിലോ, ഒന്നെങ്കിൽ FDയിലോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സി മ്യൂച്വൽ ഫണ്ടിലോ, ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്, അതിലൊക്കെ നമുക്ക് ഇട്ട് വെക്കാം. അതായത് പെട്ടെന്ന് അത് താന്നും പോകത്തില്ല, എന്നാൽ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഫണ്ടുകളുണ്ട്. അതിലോ അല്ലെങ്കിൽ FDയിലോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് കുറച്ച് ലംസം എമൗണ്ട്, ഒരു എമർജൻസി ഫണ്ട് പോലെ, എന്തെങ്കിലും ഒരു എമർജൻസി കേസോ അല്ലെങ്കിൽ നമുക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയോ വരുമ്പോൾ ഒന്ന് സർവൈവ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് സെറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് ലൈഫ് ഇൻഷുറൻസ് ആണ്, ലൈഫ് കവറും. ഈ ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കരുത്. അത് അങ്ങനത്തെ ഒരു സംഭവം അല്ല. അപ്പം ആ രീതിയിലുള്ളത് എടുക്കണം. ടേം പ്ലാൻസോ അങ്ങനെ എന്തെങ്കിലും, അതായത് സെക്യൂർ ചെയ്യുക, ഫാമിലിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളൊരിതാണ്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ഇപ്പൊ ആ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യമാണെങ്കിൽ നമ്മളത് നോക്കിയും കണ്ടുമൊക്കെ എടുക്കുക. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല, കാരണം എനിക്ക് അതിന്റെ കവറേജ് ഹസ്ബൻഡ് ഓഫീസിൽ നിന്നുള്ള ആ ഒരു കവറേജിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ എടുക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ ഉള്ളത് എപ്പോഴും ഒരു എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ, കുറച്ച് സ്റ്റോക്കിൽ, അല്ലെങ്കിൽ ഒരു ലംസം കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത് ഓൾറെഡി ഒരു സെറ്റ് ചെയ്ത് ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എളുപ്പമായിരിക്കും. ഇത് കുറച്ചൊരു ഡിസിപ്ലിൻ, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനെ വെച്ച് അവരുടെ ഹെൽപ്പോടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളെങ്കിൽ നമുക്ക് തന്നെ മാനേജ് ചെയ്യാം. ഇല്ല എങ്കിൽ ഒരു കൺസൾട്ടന്റിനെ വെച്ച് അവരുടെ ഒപ്പീനിയൻ എടുത്ത് പോവാം. ഇനി അവരുടെ ഒപ്പീനിയൻ എടുക്കുമ്പോൾ പോലും നമുക്കൊരു തീരുമാനം ഉണ്ടാവണം. ചിലര് വിളിച്ചിട്ട് അതാ ഇത് പുതിയ NFO വന്നിട്ടുണ്ടോ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, ഭയങ്കര റിട്ടേൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറ്റിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതിൽ വീഴാതെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാത്തിനെ പറ്റിയും നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാം. നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്താലേ ഇതിലെ കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് FDയിൽ മാത്രം ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഫാക്ട് ആണ്. അത് നമ്മൾ ഒരു 10 വർഷം കഴിയുമ്പോൾ റിയലൈസ് ചെയ്യത്തുള്ളൂ. അയ്യോ, ഇതിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലായിരുന്നു. അപ്പൊ നമുക്കൊരു മിക്സഡ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ച് നമുക്കൊരു ലോ റിസ്ക് ലോ റിട്ടേണിലും, ഒരു ഹൈ റിസ്ക് ഹൈ റിട്ടേണിലും, ഒരു മോഡറേറ്റ് ലെവലിലും ഒക്കെ പോകുന്ന രീതിയിൽ നമ്മൾ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അത് അതിനെപ്പറ്റി അറിവുണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിഫറൻസ്, പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയുടെ അഭിപ്രായമാണെങ്കിലും താഴെ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ നമുക്ക്